ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ച് നോക്കാം. അതിൽ വന്നിട്ട് ഷാനവാസും അതിൽ അത്രയും ക്ലോസ് ആണല്ലോ. അതിൽ വന്ന് ഷാനവാസിനെ നോമിനേഷൻ ചെയ്തു. ഇത് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ആദിലിനെ ഷാനവാസിനെ നോമിനേഷൻ ചെയ്യുന്ന ആരും വിചാരിച്ചില്ല. ആര്യനെ ആയിരിക്കും ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഷാനവാസിന് തന്നെ ചെയ്തു. അപ്പോൾ ഷാനവാസിന് ഇതറിഞ്ഞു, ഞാൻ എൻ്റെ ഒരു പെങ്ങൾ കുട്ടിയെ പോലെ ഞാൻ കൈവച്ചുകൊണ്ടിരുന്ന ആദിൽ തന്നെ എന്നെ ഇങ്ങനെ നോമിനേഷൻ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാനവാസിന് ഭയങ്കര സങ്കടമായി. എന്നെ ഇങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിലോട് പറയുന്നുണ്ടായിരുന്നു ഷാനവാസ്. അതെ, അത് സത്യമാണല്ലോ അല്ലേ. എല്ലാവരും അത്രയും സ്നേഹത്തോടെ ഇരുന്നിട്ട് അവരെ തന്നെ നോമിനേഷൻ ചെയ്യുമ്പോൾ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു ഷാനവാസ് വന്നിട്ട് ആദിലയോട്. അതിലൊന്നും അധികം പറയുന്നില്ല, വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ ആര്യൻ്റെയും ലക്ഷ്മിയുടെയും നേതൃത്വത്തിൽ വന്നിട്ട് സൂര്യ നമസ്കാരം അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ട് 10 ടൈം ചെയ്യണം പറഞ്ഞിട്ട് നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു അത്. പിന്നെ ആര്യനും അനുമോളും സാബമാനും ആണല്ലോ ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവർക്ക് വന്നിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കയറ് കൊടുക്കണം. 3 പേരും 2 പേര് ഈ അറ്റത്തും ഒരാൾ സെൻറ്ററിലും പിടിച്ചുകൊണ്ടിരിക്കണം. ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എന്ത് ചെയ്തറിയോ, അനുമോൾ വന്നിട്ട് നെവിനെ നോമിനേഷൻ ചെയ്തു. ആ ഒരു ദേഷ്യം നെവിനുണ്ട്. ഈ കയറിങ്ങനെ ഇവർ പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഇവർ പാത്രം കഴുകണം. അപ്പോഴേക്കും നെവിൻ വന്നുകൊണ്ട് ഞാനാ കഴുകണമെന്നും പറഞ്ഞിട്ട് അവിടെ പാത്രം കഴുകും. എന്നാൽ പാത്രം കഴുകിയിട്ട് എന്നാൽ പോകണമില്ല വിട്ടാക്കണമില്ല. പിന്നെ അവിടെയും കുറച്ച് ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റിൽ അനുമോളിനും മതിയായി. അനുമോളൊന്ന് മാറൂ, ഞങ്ങൾ ചെയ്ത ആൾക്കാർ നന്നായി ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാലേ അനുസരിക്കില്ല. ആതിര ക്യാപ്റ്റനെ ആതിര വന്ന് പറഞ്ഞിട്ട് അവിടെ കേൾക്കില്ല. ബിഗ് ബോസ് പറയട്ടെ എന്നാലും ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയണു. കാരണം ദേഷ്യം, അത്ര ദേഷ്യം. എന്നിട്ട് ഈ വെള്ളത്തിനൊക്കെ എടുത്തിട്ട് അനുമോളുടെ മേത്തൊക്കെ തെളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്നാൽ ആര്യനൊന്നും വലിയ ഫോഴ്സായിട്ടൊന്നും പറയുന്നില്ല അവിടെ. നെവിൻ ചെയ്യുന്നതിനൊന്നും ആര്യൻ വലിയ ഫോഴ്സായി പറയണില്ല. കാരണം അനുമോൾ പൊക്കോട്ടെ എന്നുള്ള രീതിക്കാണ് അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. 3 പേരും പിന്നെ 4 പേരും കൂടി ചേർന്നിട്ടുള്ള ഗെയിമായി. അവൻ കിടക്കുന്നുണ്ടായിരുന്നു, നെവിൻ കിടക്കുന്നുണ്ടായിരുന്നു. നെവിൻ്റെ മേലെ കയറി ഇവരൊക്കെ കൂടി കിടക്കണു, ഉരുളണു. എങ്ങനെ വലിച്ചിട്ട് നെവിൻ ഒരു അടിക്ക് വിടണമില്ല. ക്യാപ്റ്റനും പറഞ്ഞിട്ട് കേൾക്കില്ല, എന്നാൽ നമ്മുടെ ബിഗ് ബോസ് പറയുന്നതും ഇല്ല. ഇന്ന് കാണാനും നന്നായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു വഴക്ക് പോലെ ആണെങ്കിലും അതൊരു ടാസ്ക് നന്നായിരുന്ന പോലെ ഒരു ഫീലായി. പക്ഷേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അനുമോൾക്കാണെങ്കിൽ ബാത്റൂം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് പ്ലീസ് എനിക്ക് ബാത്റൂം പോകണം, ബിഗ് ബോസ് എന്നെ ഒന്ന് വിടുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പോകണമെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവർ പറയുമ്പോൾ പോയി പറഞ്ഞാൽ പിന്നെ ഔട്ടാവില്ലേ, അതുകൊണ്ട് പോയേയില്ല. പിന്നെ എന്നിട്ട് ബിഗ് ബോസ് വന്നിട്ട് ഇതിനൊന്ന് മാറ്റി പിടിച്ചു വിട്ടാം. എന്തെന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ആയിട്ട് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കണം. അനുമോളിൽ ആ കയറിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ ഫസ്റ്റ് ഔട്ടായി, അനുമോൾ ഔട്ടായി. ആര്യനും സാബമാനുമാണ്. 2 പേരും നന്നായി സ്ട്രെയിറ്റായി പിടിക്കുന്ന മാതിരി നമുക്ക് ഫീൽ ആയില്ല. കറക്റ്റായിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കണം. 2 പേരും അങ്ങനെ നിന്ന ഫീലൊന്നും ആയില്ല നമുക്ക് കാണുമ്പോൾ. ആര്യനാണെങ്കിൽ ഇവിടെ അനുമോൾ പോയ ബാലൻസ് മുഴുവൻ ഇവിടെ ബാലൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കയറ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് നോമിനേഷൻ ചെയ്യണമെങ്കിൽ സാബമാനെ ചെയ്യാം ആദിലിക്ക്. പക്ഷേ ആദിൽ വന്നിട്ട് ആര്യനെയാണ് ചെയ്തത്. അതവിടെ ഊക്കം പ്രശ്നമായി. അപ്പോൾ ക്യാപ്റ്റനായ ആദിൽ വിചാരിച്ചാൽ നടക്കായിരുന്നു. അത് ഭയങ്കര ഊക്കം പ്രശ്നമായി. അക്ബറും ഒക്കെ ചേർന്നിട്ട് നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്, ചെയ്യണം പറഞ്ഞാൽ സാബമാനെ ചെയ്യാലോ, അവനെ നേരെ പിടിച്ചിട്ടില്ലല്ലോ, കൈ സ്ട്രെയിറ്റായി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആര്യൻ എന്തിനാണ് അങ്ങനെ സ്ട്രെയിറ്റായിട്ട്, ആര്യൻ ഇത്രയും കയറ് ബാലൻസ് ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് ആര്യൻ എന്തിനാണ് ഇതാണ് ഔട്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഊക്കം അവിടെ പ്രശ്നമായിരുന്നു ഇന്നലെ. പിന്നെ നോമിനേഷൻ ടാസ്ക് കൊടുത്തുവല്ലോ. അപ്പോൾ അതിൽ ആര്യനും അനുമോളും സാബമാനും ഇവർ വന്നിട്ട് ഓപ്പൺ നോമിനേഷൻ ചെയ്യണം. ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് കൺഫെക്ഷൻ റൂമിൽ പോയിട്ട് നോമിനേഷൻ ചെയ്യണം. ഇതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്കും സപ്പോർട്ടും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.